ഒരു വിദേഹത്തെടുക്കാൻ അവർക്ക് ഉള്ള ശുഷ്കാന്തി ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തി കളയും. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇവിടെ അതുപോലെ നിങ്ങൾ നോക്കിക്കോ, ഈ പറഞ്ഞ പ്രസംഗം കൊണ്ടുവന്നു ഖുത്ബത്തുൽ ഹാജ് അല്ല, ഖുത്ബത്തുൽ ഹാജ് ഉണ്ടാവില്ല, ഉണ്ടാകേണ്ടതുണ്ടാവില്ല. അങ്ങനെ ഈ വിദേശത്ത് വരുള്ളൂ. നിക്കാഹിന്റെ ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാടെണ്ണം വേറുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ ഓരോരുത്തരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് എന്നുള്ളത് നടത്താനുള്ള സ്ഥലം പള്ളിയാക്കിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് സ്ഥിരം പള്ളിയിലാണ് നിക്കാഹ്. പള്ളി എന്നുള്ളത് റസൂലുള്ള വളരെ പരിമിതപ്പെടുത്തി പറഞ്ഞതാണ്. നമ്മളാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, പള്ളി എന്നുള്ളത് സാംസ്കാരിക കേന്ദ്രമാണ്. എവിടുന്ന് കിട്ടി ഈ വാക്കുകളാണ്? റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിൽ നിന്ന് അൽ മസാജിദു മറാകിദു സഖാഫ എന്നൊരു ഹദീസ് കാണുന്നു. സാംസ്കാരിക കേന്ദ്രമാണ് എന്നൊരു വാക്ക് ഹദീസിന്റെ അതിൽ എന്തെങ്കിലും അത് ബോധിപ്പിക്കുന്ന ഒരു വാക്ക് ഹദീസിൽ നിന്നൊന്നും ഈ പറയുന്ന ആളുകളോടൊന്ന് കൊണ്ടുവരാൻ നോക്കി, കിട്ടൂല. അതേ സന്ദർഭത്തിൽ അങ്ങനെ എന്തിനാ സാംസ്കാരിക കേന്ദ്രം എന്നുള്ള വാക്കാക്കണ? പിന്നെ ഓരുദ്ദേശിക്കുന്ന എല്ലാ അസാംസ്കാരിക പ്രവർത്തനവും അവിടെ വെച്ച് നടത്താൻ വേണ്ടി അതിനൊക്കെ സാംസ്കാരികം എന്നുള്ള വാക്ക് കൊടുത്താൽ പള്ളിയിലേത് സ്വാമിനെ കൊണ്ടെന്ന് കാഷായ പിടിപ്പിച്ചിട്ട് ഓം എന്ന് പറഞ്ഞിട്ട് ഓതാൻ തുടങ്ങിയാലും, ഏത് അച്ഛനെ കൊണ്ടെന്നിട്ട് ബൈബിൾ വായിപ്പിച്ചാലും അതൊക്കെ ഈ സാംസ്കാരിക കേന്ദ്രം എന്നുള്ളതിന്റെ അക്കൗണ്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശിർക്കും കുഫറും കൊണ്ടെന്ന് പള്ളിയിൽ കയറ്റാൻ ഉണ്ടാക്കി വെച്ച വാക്കാണ്. യഥാർത്ഥത്തിൽ പള്ളി എന്നുള്ളത്, മസാജിദുകൾ എന്നുള്ളത് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അത് ഇബാദത്തുള്ള സ്ഥലം. റസൂലുള്ളാഹി അത് വളരെ പരിമിതപ്പെടുത്തി പറഞ്ഞു തന്നു. വഇന്നമാ ജുഇലത് ഹാദിഹിൽ മസാജിദ്, ഈ പള്ളികൾ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് ലിഇഖാമത്തിസ് സ്വലാ വലിദിക്രില്ലാഹ് വതിലാവത്തിൽ ഖുർആൻ, 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നമസ്കാരം നിലനിർത്താൻ, അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള ദിക്ർ എന്ന് പറയുന്നത് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അല്ലെങ്കിൽ നിസ്കാരം ദിക്റാണ്, അടുത്ത പറയാൻ പോകുന്ന ഖുർആൻ ഓതുന്നത് ദിക്ർ തന്നെയാണ് പെടുക. ആ ദിക്റുകളല്ല ഉദ്ദേശിക്കുന്നത്. നിസ്കാരവുമായി ബന്ധപ്പെട്ട ദിക്റുകൾ ആദ്യം പറഞ്ഞതിൽ പെട്ടു. പിന്നെ ദിക്റുല്ലാ എന്ന് പറഞ്ഞത് ഏത് ദിക്റാണ്? ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാ എന്ന് പറഞ്ഞ ആ ദിക്ർ അത് ഖുർആൻ ഓതിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. കാന യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ് എന്ന് പറഞ്ഞ ആ ദിക്ർ, ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ദിക്ർ അതിനുള്ളതാണ്. ഇൽമ് പഠിപ്പിക്കേണ്ട കേന്ദ്രമാണ് പള്ളികൾ. അഥവാ പള്ളിന്റെ പുറത്ത് വെച്ചാലും പള്ളിന്റെ ഉള്ളിൽ വെക്കൂല. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പോലും കണ്ടു. പള്ളിന്റെ ഉള്ളിൽ ഇതിനൊന്നുള്ളതല്ല. പിന്നെ പള്ളിന്റെ ഉള്ളിൽ എന്തിനുള്ളതാണ്? അതുപോലെ തന്നെ തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യാനുള്ളതാണ് പള്ളി. ഇതല്ലാതെ പള്ളി എന്നുള്ളത് സ്ഥിരമായി നമ്മൾ വേറുള്ള ഒന്നിനുള്ള കേന്ദ്രമാക്കരുത്. എപ്പോഴെങ്കിലും ഒരു മനുഷ്യനൊന്ന് ക്ഷീണിച്ചപ്പോൾ കിടന്നുറങ്ങി എന്നുള്ളതല്ലാതെ കിടന്നുറങ്ങാനുള്ള ഒരു കേന്ദ്രമാക്കരുത്. എപ്പോഴെങ്കിലും ഒരാൾക്ക് ഒരു ഭക്ഷണം നിർബന്ധമായും പള്ളിന്റെ ഉള്ളിൽ വെച്ച് കഴിക്കേണ്ടി വന്നപ്പോൾ കഴിച്ചു എന്നുള്ളതല്ലാതെ സ്ഥിരം ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമാക്കരുത്. ദുനിയാവിന്റെ ഇടപാടുകൾ അവിടെ നടത്തുന്നത് പ്രത്യേകം വിലക്കുകയാണ്. കച്ചവടം അവിടെ വെച്ച് നടത്തരുത്. ഒരാളുടെ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അവിടെ പോയി അന്വേഷിക്കരുത്. അവിടെ വെച്ചിട്ട് നഷ്ടപ്പെട്ടത് വിളിച്ചു പറഞ്ഞ് അന്വേഷിക്കരുത്. ദുനിയാവിന്റെ സംസാരങ്ങൾ അവിടെ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിൽപ്പെട്ട ദുനിയാവിന്റെ ഒരു ഇടപാടാണ് സത്യത്തിൽ എന്ത്? ഒരു മുആമലയാണ് നിക്കാഹ്. ദീന് മൊത്തം കാറ്റഗറൈസ് ചെയ്യണ 3 ആയിട്ടാണ്: അഖായിദ്, ഇബാദാത്ത്, മുആമലാത്ത്. അഖീദ അതാണ് നമ്മളെന്ത് ദീനിയാത്ത്, അമലിയാത്ത്, പിന്നെന്ത് പറയും? അഖ്ലാഖ് എന്ന് പറയും. അല്ലെങ്കിൽ അഖായിദ്, അഖീദ, ഇബാദത്തുകൾ, മുആമലാത്തുകൾ, ഇടപാടുകൾ. ഈ നിക്കാഹ് എന്നുള്ളത് ഇതിൽ ആദ്യത്തെ 2 ബാബിലും പെടില്ല, മുആമലാത്തിലാണ്, ഇടപാടുകളുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് കച്ചവടം നടത്തുന്നത് പോലുള്ള അഖ്ദാണ് അതിലുള്ളത്. ആ ഇടപാടുകൾ, അത്തരം ഇടപാടുകൾ അതിനുള്ള സ്ഥലമല്ല പള്ളി. അത് പ്രത്യേകമായി ഇമാം ഷാഫിഈ റഹ്മഹുള്ളയെ പോലുള്ളവർ പ്രത്യേകമായി പറഞ്ഞത് കാണാം. നമ്മുടെ നാട്ടിൽ അത് പള്ളിയിൽ കെട്ടി, ക്രിസ്ത്യാനികൾ പള്ളിയിൽ കൊണ്ടുവന്നതുപോലെ എന്ന് പറഞ്ഞിട്ട് അത് പള്ളിയിലാക്കുക. നിക്കാഹ് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോയിട്ട് വേറൊരിടത്ത് വലിയ മർത്തുക എന്നുള്ളത് ആ രീതിയാണ്. അത് ക്രിസ്ത്യാനികളെ നമ്മൾ കാണും. നിക്കാഹ് പള്ളിയിലുള്ളതല്ല നിക്കാഹ്. എപ്പോഴെങ്കിലും ഒരാൾ ഏതെങ്കിലും സന്ദർഭത്തിൽ അവിടെ വെച്ച് നടത്തേണ്ടി വന്നൊരു നിർബന്ധ സാഹചര്യത്തിൽ നടത്തി എന്നുള്ളത് വേറെ വിഷയം. സ്ഥിരമായി നിക്കാഹിനുള്ളൊരു കേന്ദ്രമല്ല.
ഇനി നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ ഇടയിൽ നടത്തുന്ന നിക്കാഹുകൾക്ക് ഒരു പാതിരിയുടെ, ഒരു പുരോഹിതന്റെ, ഒരു പണ്ഡിതന്റെ ഒരു പരിവേഷം അവിടെ ഇല്ല, ഒരാവശ്യമില്ല. നിക്കാഹിനെ നോക്കിയാൽ നിക്കാഹിന് എന്ത് നിബന്ധന കാണുള്ളൂ? ലാ നിക്കാഹ ഇല്ലാ ബിൽ വലി വശാഹിദൈ അദിൽ. നിക്കാഹിനെ കുറിച്ച് റസൂലുള്ളാഹി പൂർത്തിയാക്കി പറഞ്ഞു തന്നു. നിക്കാഹ് എങ്ങനെയാണ്? ലാ നിക്കാഹ്, നിക്കാഹ് സാധുവാകില്ല ഇല്ലാ ബിൽ വലി, ഒന്ന് വലിയുണ്ടായാലല്ലാതെ. പെണ്ണിന്റെ വലിയ വേണം, രക്ഷാധികാരി വേണം. വശാഹിദൈ അദിൽ, നീതിമാന്മാരായ 2 സാക്ഷികളും. അപ്പൊ മൊത്തത്ര ആളും മതി നിക്കാഹ് നടക്കാൻ? 4 ആളും മതി. വരൻ, വലിയ, 2 സാക്ഷികൾ. അതിനപ്പുറം ഒരു മൊയിലേർ അകമ്പടി വേണ്ട, ഒരു മൗലവിന്റെ അകമ്പടി വേണ്ട എന്നല്ല. സാക്ഷാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ വലിയ മൗലവി ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ അവിടുത്തെ വലിയ പണക്കാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിക്കാഹ് നടന്നു. ആ സന്ദർഭം നിക്കാഹിന്റെ ഖുതുബകളിൽ പറയും. അവിടെ നിന്ന് നമ്മൾ കേൾക്കുക. അദ്ദേഹം അത്തറും പൂശി വരുന്നുണ്ട്. സ്പെഷ്യൽ നിക്കാഹിന് പൂശുന്ന അത്തറ്. സുഫറത്ത് കണ്ടപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, എന്താ ഈ അത്തറ്? അതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. പക്ഷെ എവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ ഈ അത്തറ്? റസൂലുള്ളാഹിനെ നിക്കാഹിന് വിളിച്ചിട്ടില്ല, തെറ്റണ്ടേ? അവിടെ തീരൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല നിക്കാഹ് നടന്നത്. തസവ്വജ്തു, ഞാൻ വിവാഹം കഴിച്ചു റസൂലേ എന്ന് പറഞ്ഞു. റസൂൽ അറിഞ്ഞിട്ടില്ല, സഹാബത്തിൽ പ്രധാനികൾ ആരും അറിഞ്ഞിട്ടില്ല, അറിയേണ്ട ആവശ്യമില്ല. സാക്ഷിയും 2 സാക്ഷികളും വലിയും മാത്രം അത് നിക്കാഹ് നടന്നു. അത് കഴിഞ്ഞാൽ ഔലിം വലൗ ബിശാ, അങ്ങനെയാണെങ്കിൽ നീ ഒരാടിനർത്തിട്ടെങ്കിലും പിന്നെ വലീമ കൊടുക്കും എന്ന് പറഞ്ഞു. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിക്കാഹ് നടത്താൻ കാർമ്മികത്വത്തിന് വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാർമ്മികത്വത്തിന്റെ ആവശ്യം ക്രിസ്ത്യാനികളുടെ ദീന് പോലെ നമുക്കില്ല. ഒരു വാപ്പ അല്ലെങ്കിൽ രക്ഷാധികാരി വലിയ എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ വിലായത്തിലുള്ള ഇന്നവളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു എന്ന് നിക്കാഹിന് യോജിപ്പിക്കുന്ന ഏത് വാക്ക്, ഏത് ഇടപാടാണ്. ഇടപാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന വാക്കിൽ പറയണം എന്നുള്ളത് ഇബാദത്തിൽ, നിസ്കാരത്തിൽ ദിക്ർ ചൊല്ലണമായി പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് ഉഖൂദുകളിൽ അസ്ല്, അത് ശരിയാകാവുന്ന പരസ്പരം മനസ്സിലാകുന്ന ഏത് വാക്ക് പറഞ്ഞാലും അക്കത് നടപ്പാകുന്നുള്ളതാണ്. തിരിച്ചു അതുപോലെ തന്നെ. അത് പൊളിഞ്ഞു പോകുന്നതിന് ത്വലാഖിന് അത്ര തന്നെ ഉള്ളൂ. നീ പൊയ്ക്കോ നിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ത്വലാഖായിട്ട് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നീ എന്റെ അടുത്തുനിന്ന് വീട്ടിൽ പൊയ്ക്കോന്നല്ലോ പറഞ്ഞുള്ളൂ പറഞ്ഞ വാക്ക് മതി. നിയ്യത്തും ഈ പറഞ്ഞ വാക്കും മതി. അതാകാവുന്ന ഏത് വാക്കും അതിലേക്ക് പോകും. വീട്ടിൽ പോകാൻ പല നിലക്ക് പറയും. ഏതുപോലെ പണ്ട് ഒരു വാർഡിനോട് വന്നിട്ട് ഒരർത്ഥം വന്ന് ചോദിച്ചാൽ അവള് ജാമ്യയിലേക്ക് വിളിക്കുമ്പോൾ ഒരു വാർഡിനോട് വന്ന് ചോദിച്ചു, സാർ നാട്ടിൽ പോയിക്കോട്ടെ ചോദിച്ചു. പോടാടുന്ന് പറഞ്ഞു. നാട്ടിൽ പോയി. അപ്പൊ സാർ ഇങ്ങനല്ലേ പറഞ്ഞ് എന്നോട് പൊയ്ക്കോളാൻ എന്നറിഞ്ഞു. അതല്ലല്ലോ ആ പോടാ എന്ന് പറഞ്ഞ പോലത്തെ ആ നീയത്തിൽ ആ വിഷയം മനസ്സിലാവും. അക്കതിന്റെ അത്രേ ഉള്ളൂ, ഒരിടപാടിൽ അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഇടപാടുകൾ നടക്കുക നാവയില് ഒരിടപാടിന് നാവിന്റെ ഒരാവശ്യം ഉണ്ടാവില്ല. കൈ മുണ്ടിട്ടിട്ട് കൈ ഇങ്ങനെ കൊടുത്താ ഇടപാട് നടന്നു. കച്ചവടത്തിന് അത്രേ ഉള്ളൂ. അതിൽ വാക്കിൽ ഇന്ന മാതിരി പിന്നെന്തൊക്കെ ആകാം ഒക്കെ നീട്ടി വലിച്ച് സംഭവം നടന്നു പറഞ്ഞാൽ മതി. അതിനെല്ലാം കൂടി പറയണതില്ല. ഇതൊക്കെ ഒറ്റം തന്നെയാണ്. അപ്പൊ എവിടെങ്കിലും ഹലാലായ ഭാര്യയായി, ഇണയായ, തുണയായി, പണിയായി തന്നു അതൊക്കെ പറയണം, എന്നാലേ ആകുള്ളൂ എന്നുള്ളത്. ഭാര്യയാക്കി തന്ന പിന്നെ ഹലാൽ എന്നല്ലേ? അത് വേറെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഇതിങ്ങനെ വാചകങ്ങളുടെ കസരത്ത് കളിക്കേണ്ട ഒരു കാര്യം അതിൽ വരുന്നില്ല. ഒരു വലിയ വേണം. ആ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി പറഞ്ഞു വരുന്നത് ഇതാണ്, ഖുത്ബത്തുൽ ഹാജ എന്നുള്ളത് ആ വലിയോ ആ വരനോ അവർ ചൊല്ലിയിട്ട് അതിലേക്ക് കടക്കുകയാണ് വേണ്ടത്. ഖുത്ബത്തുൽ ഹാജ പറയാ, സുമ്മ ദക്കറ ഹാജത്ത, എന്നിട്ട് അവരെന്താണോ ആവശ്യം ആ ആവശ്യത്തിലേക്ക് കടക്കുക. ഇതാണ് സുന്നത്ത്. ഇവിടെ ഖുത്ബത്തുൽ ഹാജ എന്നുള്ളത് നമ്മളെല്ലാവരും പഠിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോ ഖുത്ബ പറയുന്ന മൗലവിമാരടക്കം മര്യാദക്ക് പഠിച്ചിട്ടില്ല. ആ സന്ദർഭത്തിലാണ് നമ്മളിത് പറയുന്നതെന്ന് ആലോചിക്കണം. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ പ്രത്യേകം പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഖുത്ബ പറയുന്ന പലരും കള്ളന്മാരാണെന്ന്. എന്നിട്ടല്ലേ ബാക്കി നമ്മൾ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഒരു മൊയ്ലേരെ വിളിച്ചുകൊണ്ടിരുന്ന ആവശ്യം വരരുത്. ഖുത്ബത്തുൽ ഹാജ നമ്മൾ ചൊല്ലുക, എന്നിട്ട് അതിലേക്ക് ചെയ്യാൻ കഴിയണം. ഇത് മരിച്ചുപോയൊരു സുന്നത്താണ്, മരിച്ചുപോയൊരു സുന്നത്താണ്. ഇത് ജീവിപ്പിച്ചാൽ മൻ അഹ്യാ സുന്നത്തി കമൻ അഹ്യാനി, റസൂലുള്ളാഹിയെ ജീവിപ്പിക്കുന്നത് പോലെയാണ് റസൂലുള്ളാഹിയുടെ സുന്നത്ത് ജീവിപ്പിക്കുന്ന ഒരുത്തന്റെ സ്ഥാനം. അതുകൊണ്ട് നമുക്കിത് ജീവിപ്പിക്കാൻ കഴിയാം. നമ്മുടെ ഒരുത്തന്റെ നിക്കാഹിന്റെ സമയത്ത് ഒരു മൗലവിന്റെ ആവശ്യം വരരുത്. അവൻ തന്നെ ഖുത്ബത്തുൽ ഹാജ ചൊല്ലി, അല്ലെങ്കിൽ ആ വലിയ മക്കളെ കെട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഖുത്ബത്തുൽ ഹാജ ചൊല്ലി നേരെ കൊടുത്തു.
അങ്ങനെ ആകാൻ സാധിക്കും. എന്ത് മലയാളത്തിൽ പറയാൻ? നിക്കാഹിന്റെ വാചകം മലയാളത്തിലെ പറയേണ്ടത്. അറബി പറഞ്ഞിട്ട് മറ്റവന് തിരിഞ്ഞിട്ടില്ലെങ്കിൽ നിക്കാഹാവില്ല. മലയാളത്തിൽ പറയണം. അതിപ്പോ മറ്റവരെന്നെ ഇപ്പൊ ഒന്നും ആദ്യം അറബി പറയും, പിന്നെ മലയാളത്തിൽ പറയാം. അഥവാ നിക്കാഹ് നടന്നില്ല എന്ന് പേടിച്ചിട്ട്. കാരണം അത് തിരിയണം. അല്ലെങ്കിൽ അറബിയിൽ പറഞ്ഞു, അറബിയിൽ തന്നെ തിരിയുന്നവരാണ് രണ്ടാളെന്നുണ്ടെങ്കിൽ അറബിയിൽ മാത്രം പറഞ്ഞാൽ മതി. പിന്നൊരു മലയാളത്തിന്റെ ആവശ്യമില്ല, പിന്നൊരു മലയാളത്തിന്റെ ഇംഗ്ലീഷിന്റെ ആവശ്യമില്ല. സവ്വജ്തുക ബിൻതി ഫുലാന എന്ന് പറഞ്ഞ് മറ്റവൻ ഖബിൽതു മിൻക എന്ന് പറഞ്ഞ് ഇതിന്റെ സംഭവം തീർന്നു. അത് മനസ്സിലാകുന്ന ആളുകളാണെങ്കിൽ അറബിയിൽ കഴിഞ്ഞു, അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രമെങ്കിൽ അത് കഴിഞ്ഞു. ഇടപാടാണ്. ഇടപാടിൽ പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവ്വജ്തുക വനക്കഹ്തുക എന്നറിട്ട് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടില്ല. നിസ്കാരത്തിലെ ദിക്ർ ചൊല്ലാൻ പഠിപ്പിച്ചു തന്നമാതിരി ഇതുപോലെ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത വിഷയമാണ് ഉഖൂദുകളുടെ കാര്യത്തിൽ. മഹർ പറയണമെന്നൊന്നുമില്ല. മഹർ എന്നുള്ളത് ഈ നമ്മൾ നേരം വൈകുന്നു. മഹർ എന്നുള്ളത് ഭാര്യയുടെ ഹക്കാണ്. അത് അവള് എത്രയാണോ പറയുന്നത് അത് കൊടുക്കലാണ്. അത് അവളുടെ കയ്യിൽ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ വലിയ ഏൽപ്പിക്കാം. ഇത്രേ ഉള്ളൂ. അത് സദസ്സിൽ വിളിച്ചു പറഞ്ഞുകൊള്ളണമെന്നൊന്നുമില്ല. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത